of federalism in India and America. ഇപ്പോൾ ഇന്ത്യയിലും അമേരിക്കയിലും നിലനിൽക്കുന്ന ഫെഡറലിസം തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് നമുക്കൊരു എസ്സേ ആയിട്ട് ചോദിക്കാവുന്നതാണ്. വലിയൊരു എസ്സേ ആണ്, കുറേ ഉണ്ട്. ഓക്കെ, നോക്കാം. The American Constitution offers the first and the best example of federal system in the world. ഇപ്പോൾ ലോകത്തിൽ വെച്ച് ഏറ്റവും ആദ്യത്തതും ഏറ്റവും നല്ലതുമായ ഫെഡറൽ സിസ്റ്റമാണ് ഏതാ? അമേരിക്കൻ ഭരണഘടന ഓഫർ ചെയ്യുന്നത്. The federal system of America is the product of certain geographical, historical and ethnic factors. ഇപ്പോൾ അമേരിക്കൻ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് ചില ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും ചില വംശീയപരവുമായ ഘടകങ്ങളുടെ ഒരു പ്രോഡക്റ്റാണ്. The people of different races in course of time migrated to this country and developed a sense of common nationhood. അപ്പോൾ the people of different races in course of time migrated to this country. അതാണ് പല റേസിൽപ്പെട്ട ആളുകൾ, പല വംശങ്ങളിൽപ്പെട്ട ആളുകൾ കാലക്രമേണ എന്ത് ചെയ്തു? അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുകയും ആൻഡ് ഡെവലപ്ഡ് എ സെൻസ് ഓഫ് കോമൺ നേഷൻഹുഡ്. അതിൽ നിന്നെന്താണ് ഒരു പൊതുവായ ദേശീയ ബോധം എന്ത് ചെയ്തു? വളർത്തിയെടുക്കുകയും ചെയ്തു. The American federal system meets the requirement of a true model. അമേരിക്കൻ ഫെഡറലിസം എന്ന് പറയുന്നത് ശരിക്കും ഒരു യഥാർത്ഥ മോഡൽ ഓഫ് ഫെഡറലിസമാണ്. അതായത് the first place their constitution is written and written. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥ മോഡൽ ഓഫ് ഫെഡറലിസമാണ് അമേരിക്കൻ ഫെഡറലിസം എന്ന് പറയാൻ കാരണം അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് റിട്ടൺ ആണ്, മറ്റ് രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണത്? റിജിഡുമാണ്. അപ്പോൾ ആ ഈ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും റിജിഡിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനും എന്താണ് ഏറ്റവും ഫെഡറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ ഏറ്റവും നല്ല മോഡൽ ഓഫ് ഫെഡറലിസം ആണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. The American Constitution enumerated the distribution of powers between the federal government and the government of units. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കൻ ഭരണഘടനയിൽ അധികാര വിഭജനം കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? അധികാരം വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ഇനി the residuary power has been left to the state. അവശിഷ്ട അധികാരം എന്ന് പറയുന്ന ആർക്ക് നൽകിയിരിക്കുന്നു? സ്റ്റേറ്റ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകർ ലിസ്റ്റ് എന്നിങ്ങനെ അധികാരം വിഭജിച്ചിട്ടുണ്ടോ എങ്കിൽ പോലും ഇന്ത്യയിലെ റെസിഡ്യൂറി പവർ എന്ന് പറയുന്ന ആരുടെ കൈവശമാണ്? സെൻട്രൽ ഗവൺമെൻറ് കൈവശം. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല. റെസിഡ്യൂറി പവർ ആർക്ക് കൊടുത്തേക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്. The American Constitution includes the provision for the constitutional amendment and it is clearly stated in Article 5 of the Constitution. അമേരിക്കൻ ഭരണഘടനയിൽ ഭരണഘടനാ ഭേദഗതി എന്ന ഒരു പ്രൊവിഷൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് അമേരിക്കൻ ഭരണഘടനയുടെ 5ാമത്തെ ആർട്ടിക്കിളിൽ 5ാമത്തെ വകുപ്പിൽ എന്ത് ചെയ്യുന്നു? പറയുകയും ചെയ്യും. The people of America have a good confidence in the federal government. അമേരിക്കയിലെ ജനങ്ങൾ അവരുടെ ഫെഡറൽ ഗവൺമെൻറ്റിനോട് വളരെയധികം ഒരു ആത്മവിശ്വാസമുണ്ട്. ഫെഡറൽ പൊളിറ്റിക്സ് ഈസ് ആൾസോ കാൾഡ് ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് പോളിറ്റിക്സ്. നേരത്തെ കണ്ടെയാണ് ഗ്രാൻഡ്സ് ഇൻ എയ്ഡിനെ കുറിച്ച്. അമേരിക്കൻ ഈ ഫെഡറൽ പൊളിറ്റിക്സിനെ നമുക്ക് വിളിക്കാമെന്ന് വെച്ചാൽ എന്താ? ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് പൊളിറ്റിക്സ് എന്ന് എന്ത് ചെയ്യുന്നു? The matters relating to the politics are fully under the supervision and control of federation. ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെയാണ്? ഫെഡറേഷൻ്റെ സൂപ്പർവിഷനിലും കൺട്രോളിലും ആയിരിക്കും. അപ്പോൾ അത്രയും നമ്മൾ അമേരിക്കൻ ഫെഡറലിസത്തെ കുറിച്ച് പറഞ്ഞു. ഇനി India has a vast territory with great diversity of race, religion, languages. ഇന്ത്യയിൽ പറയുമ്പോൾ എന്താണ്? വളരെ വിശാലമായ ഒരു ഭൂപ്രദേശം, വളരെ വിശാലമായ വൈവിധ്യമുള്ള വംശങ്ങൾ, മതങ്ങൾ,
ഭാഷ ഉള്ള രാജ്യമാണ് ഏതാ? ഇന്ത്യ. The Constitution of India does not make a federation like American Federation. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എന്താ? അമേരിക്കൻ ഭരണഘടന പോലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ഭരണഘടന പോലെ ഒരു ഫെഡറൽ സിസ്റ്റം എന്ത് ചെയ്തിട്ടില്ല, സ്ഥാപിച്ചിട്ടില്ല. The aim of the constitution makers was to make a visible and workable constitution suited to the Indian condition. ഇന്ത്യൻ ഭരണഘടനാ കൃതികൾ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ഒരു വ്യക്തമായ ഒരു വർക്കബിൾ ആയിട്ടുള്ള പ്രവർത്തന നിരതമായ ഒരു ഭരണഘടന ഉണ്ടാക്കാനാണ് എന്ത് ചെയ്തത്, ശ്രമിച്ചത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇപ്പോൾ ഇന്ത്യയിലൊരു ഫെഡറാലിസം പറയുന്നില്ല, പക്ഷേ ഇന്ത്യൻ യൂണിയൻ, ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്താണ്, ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നു. അതുമാത്രമല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പാർട്ട്ലി റിജിഡ് ആൻഡ് പാർട്ട്ലി ഫ്ലെക്സിബിൾ. ഭാഗികമായി ദൃഢമാണ്, ഭാഗികമായി അയവുള്ളതുമാണ് ഏതാ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ യൂണിറ്റ്സ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി എന്താ, ഇന്ത്യൻ ഭരണഘടനയിൽ അധികാര വിഭജനം ചെയ്തിരിക്കുന്നു. ഇൻ ഇന്ത്യ ദ റെസിഡറി പവേഴ്സ് ആർ വെസ്റ്റഡ് വിത്ത് ദ സെൻറ്റർ. ഇന്ത്യയിൽ അവശിഷ്ട അധികാരം ആർക്കാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. സോ വി ഹാവ് ആൻ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി. ദർ ഈസ് ആൾസോ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ ത്രീ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യക്ക് എന്താണ്, ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ജുഡീഷ്യറി, ഒരു ഇൻ്റഗ്രേറ്റഡ് ഇംപാർഷ്യൽ ജുഡീഷ്യൽ സിസ്റ്റമാണ് എവിടെയുള്ളത്, ഇന്ത്യയിലുള്ളത്. അറ്റ് ഇറ്റ്സ് ടോപ്പ് ഈസ് ദ സുപ്രീം കോർട്ട്. And below the Supreme Court there is a chain of other subordinate courts like high courts, district courts, municipal court, first class judicial, second class judicial, അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റം എവിടെയുണ്ട്, ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ ത്രീ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്. മൂന്ന് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്റിനുമായിട്ട് എന്താ, അധികാരങ്ങൾ വേർപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു കമ്പാരിസണാണ് നമ്മൾ പറഞ്ഞത്. ഇനി USA the powers of the state are undefined. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, നിർവചിക്കപ്പെട്ടിട്ടില്ല. There are also some concurrent powers. എന്താണ്, ചില കൺകറൻറ്റ് അധികാരം എന്ന് വെച്ചാൽ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, അല്ലേ? അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ബോത്ത് ദ സെൻറ്റർ and the state, such as the matters relating to the taxation and the borrowing, establishment and maintenance of forts, acquisition of private property for public purpose, etc. ഇവിടെ എന്താണ്, അധികാരങ്ങളുടെ പരിധി എന്ന് പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്, ടാക്സേഷൻ, മറ്റൊന്ന് ബോറോയിങ്, പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫോർട്ട്, അക്വിസിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഫോർ പബ്ലിക് പർപ്പസ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് എന്താ, പ്രൈവറ്റ് പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്ന ഇതൊക്കെ എന്താ, സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള അധികാരങ്ങളാണെന്ന് പറയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതെങ്ങനെ കാണാം, നമുക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള അധികാര വിഭജനം കാണാം. അതായത് ദ പവേഴ്സ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ് ഇൻ ടു 3 എലാബറേറ്റഡ് ലിസ്റ്റ്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അധികാരങ്ങൾ 3 വിശാലമായ ലിസ്റ്റുകളിലായിട്ട് വേർതിരിച്ച് കാണിക്കുന്നതായത് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിനകത്ത് എത്ര ഐറ്റംസ്, 97 ഐറ്റംസ് യൂണിയൻ ലിസ്റ്റിനകത്ത് വരുന്നു. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് 66 ഐറ്റംസ് വരുന്നു. കൺകർ ലിസ്റ്റിനകത്ത് 47 ഐറ്റംസ് വരുന്നു. അപ്പം 3 ലിസ്റ്റിലുമായിട്ട് അധികാരങ്ങൾ എന്താ ഇന്ത്യയിൽ വേർപെടുത്തി കാണിക്കുന്നു. ദ സെൻറ്റർ ഈസ് പവർഫുൾ ആൻഡ് ക്യാൻ മേക്ക് ലോസ് ഓൺ ദ സബ്ജക്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ്. അപ്പോൾ ഇവിടെ സെൻറ്ററാണ് പവർഫുൾ. അപ്പോൾ സെൻറ്റർ പവർഫുൾ ആകുമ്പോൾ യൂണിയൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നു. ആൻഡ് ദ സ്റ്റേറ്റ് ഹാവ് എക്സ്ക്ലൂസീവ് അതോറിറ്റി ഓവർ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിലെ പരിപൂർണ അധികാരമാർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ബട്ട് ബോത്ത്
the center and the units are equally powerful to make laws on the subject included in the concurrent list. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും എന്താ തുല്യമായ അധികാരം ഉണ്ട്. ബട്ട് എ മേജർ പാർട്ട് ഓഫ് ദ ലെജിസ്ലേഷൻ ഈസ് ഡൺ ബൈ ദ സെൻറ്റർ. അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭൂരിപക്ഷ നിയമനിർമ്മാണവും നടത്തുന്നതാരാണ്? കേന്ദ്ര ഗവൺമെൻറ് ആണ്. The powers which are not included in these three lists are put under the another list which is known as residuary power that vests with the center in India. അപ്പോൾ ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത അധികാരങ്ങൾ മൂന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ യൂണിയൻ ലിസ്റ്റിലോ ഇതിൽ ഉൾപ്പെടാത്ത അധികാരങ്ങൾ എവിടെയാണ്? മറ്റൊരു ലിസ്റ്റായ റെസിജ്വറി പവറിൽ എന്തിരിക്കുന്നു? ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ റെസിജ്വറി പവറിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. സ്റ്റേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു ഇന്ത്യയിലോട്ടെങ്കിൽ ഇത് USA സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നേരെ നമ്മളിവിടെ എന്താണ് ഇന്ത്യയിലെ സെൻട്രലിൻ്റെ ഡിവിഷൻ ഓഫ് പവേഴ്സിലേക്ക് വരും. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്താണ് കൺകറൻറ്റ് പവേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ 3 ഡിവിഷൻ ഓഫ് പവേഴ്സ് പറയും. ഇനി അടുത്തത് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആൻഡ് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ സ്റ്റേറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് US ഫെഡറൽ സിസ്റ്റം. അമേരിക്കൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ഡ്യുവൽ സിറ്റിസൺഷിപ്പും സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ്. ഇൻ USA there exists a bicameral legislature. മറ്റൊരു ഫീച്ചറാണ് എന്താ? ബൈകാമറൽ ലെജിസ്ലേച്ചർ. സെനറ്റ് ആൻഡ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. 2 സഭകൾ എന്ന് പറയുന്ന സെനറ്റ്, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവാണ്. ഇനി എവരി സ്റ്റേറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ് ആൻഡ് പോപ്പുലേഷൻ ആർ ഗിവൺ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ടു ദ സെനറ്റ്. സെനറ്റിലേക്ക് എന്താണ്? ഈക്വൽ റെപ്രസെൻറ്റേഷനാണ് ഓരോ സ്റ്റേറ്റിനും. അവിടെ സൈസോ പോപ്പുലേഷനോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. ഓൺ ദ കോൺട്രറി, in India, every state can send its members to the lower house in ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? ഓരോ സ്റ്റേറ്റിൽ നിന്നും എന്താ ഈക്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുത്തയക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ എങ്ങനെയാണ്? ഓരോ സ്റ്റേറ്റിനും എന്ത് ചെയ്യാൻ കഴിയുന്നു? ജനസംഖ്യയുടെ അനുപാതത്തിൽ എന്ത് ചെയ്യുന്നു? അപ്പർ ഹൗസിലേക്ക് റെപ്രസെൻറ്റേറ്റീവ്സിനെ എന്ത് ചെയ്യുന്നു? അയക്കുന്നു. അപ്പോൾ നമ്മൾ വ്യത്യാസമാണത്. ഇനി ദ സെനറ്റ് ഈസ് എ പെർമനൻറ്റ് ചേംബർ ആൻഡ് എ ഡെഫിനിറ്റ് പോർഷൻ ഓഫ് സെനറ്റേഴ്സ് റിട്ടയർഡ് ആഫ്റ്റർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. സെനറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യ പോലെ തന്നെ അവിടെ നമുക്ക് ഇന്ത്യയിൽ സാമ്യമുണ്ട് അല്ലേ? രാജ്യസഭ പെർമനൻറ്റ് ചേംബറാണ്. അതേപോലെ അമേരിക്കൻ സെനറ്റ് എന്താണ്? പെർമനൻ്റ് ആണ്. ഒരു ഡെഫിനിറ്റ് പോർഷൻ ഓഫ് സെനറ്റേഴ്സ്, ഒരു വിഭാഗം സെനറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു ഡെഫിനിറ്റ് പീരീഡ് കഴിയുമ്പോൾ അധികാരത്തിന് പുറത്ത് പോകും. ഇനി ഇന്ത്യൻ ലെജിസ്ലേച്ചർ ഈസ് ആൾസോ എ ബൈകാമറൽ ലെജിസ്ലേച്ചർ. ഇന്ത്യ എന്താണ്? ബൈകാമറലാണ്. ലോക്സഭയുണ്ട്, പിന്നെ ഏതാ? രാജ്യസഭയുണ്ട്. ദ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആർ ഇലക്റ്റഡ് ഇൻ പ്രപ്പോർഷൻ ടു ദിയർ പോപ്പുലേഷൻ. ലോക്സഭയിലെ മെമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആർ ഇലക്റ്റഡ് ബൈ ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. രാജ്യസഭയിലെ അംഗങ്ങളെ ആരാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലുള്ള ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കുന്നു. Rajya is a permanent chamber and 1/3 of its members retire after every 2 years. Rajya Sabha എന്ന് പറയുന്നത് പെർമനൻറ്റ് ചേംബറാണ്. ഓരോ 2 വർഷം കൂടുന്തോറും 1/3 അംഗങ്ങൾ എന്ത് ചെയ്യുന്നു? പിരിഞ്ഞ് പോകുന്നു. പക്ഷേ ദ അപ്പർ ഹൗസ് ഇൻ ഇന്ത്യ ഈസ് ലെസ് പവർഫുൾ ദാൻ ലോക്സഭ. ഇന്ത്യയിൽ ലോക്സഭയെക്കാളും പവർഫുൾ അല്ല ഏതാ? രാജ്യസഭ എന്ന് പറയുന്നത്. പക്ഷെ അവിടെയോ സെനറ്റിന് അവിടെ എന്താ പ്രാധാന്യം? സെനറ്റോറിയൽ കോർട്ടസി നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ഇനി ദ ജുഡീഷ്യൽ സൂപ്രമസി ഈസ് സെഡ് ടു ബി ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാരക്ടേഴ്സ് ഓഫ് അമേരിക്കൻ ഫെഡറൽ സിസ്റ്റം.
അമേരിക്കൻ ഫെഡറാലിസത്തിൻ്റെ മറ്റൊരു പ്രധാന സ്വഭാവ സവിശേഷതയാണ് ജുഡീഷ്യറിയുടെ സൂപ്രമസി, മേധാവിത്വം. അതായത് ഇൻ USA ദ ജുഡീഷ്യറി ഈസ് എ ടു-ടയർ സിസ്റ്റം. USA ജുഡീഷ്യറിക്ക് 2 തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. വൺ ഫോർ ദ സെൻറ്റർ ആൻഡ് അതർ ഫോർ ദി സ്റ്റേറ്റ്. കേന്ദ്രത്തിനൊരു ജുഡീഷ്യൽ വ്യവസ്ഥ, സംസ്ഥാനങ്ങൾക്ക് മറ്റൊരു ജുഡീഷ്യൽ വ്യവസ്ഥയാണ് എവിടെയുള്ളത്? അമേരിക്കയിൽ ഉള്ളത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, ഇൻ്റഗ്രേറ്റഡ് ആണ്. എല്ലാം എന്താ ഒരുമിച്ചാണ്. നിയമത്തിന് വ്യത്യാസം, നിയമത്തിൽ വ്യത്യാസം ഉണ്ടാവാം, നോക്കാം. ചിലപ്പോൾ കാണില്ല, നിയമത്തിൽ വ്യത്യാസം വരികയാണ്. ഓരോ സ്റ്റേറ്റിലും ഓരോ നിയമമാണുള്ളത്. അതായത് ഇൻ അമേരിക്കൻ സെറ്റപ്പ് ദ സുപ്രീം കോർട്ട് ഈസ് സുപ്രീം ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കൻ ഭരണഘടനയുടെ സംരക്ഷകനാണ് ആരെന്ന് പറയുന്നത്? സുപ്രീം കോടതി എന്ന് പറയുന്നത്. ദ ഡോക്ട്രിൻ ഓഫ് ഇംപ്ലൈഡ് പവേഴ്സ് ഈസ് ദ ക്രിയേഷൻ ഓഫ് സുപ്രീം കോർട്ട്. അപ്പോൾ അവിടുത്തെ അധികാരം, ഇംപ്ലൈഡ് പവേഴ്സ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ക്രിയേഷനാണ്. ദ സുപ്രീം കോർട്ട് ഹാസ് ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. എന്നുള്ള അധികാരമുണ്ട്? ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ റിമാർക്കബിൾ ഫീച്ചർ ഓഫ് ഫെഡറൽ സിസ്റ്റം. നമ്മുടെ ഫെഡറൽ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അമേരിക്കൻ ഫെഡറൽ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് എന്താ? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. അപ്പോൾ അവിടെ 2-ടയർ ജുഡീഷ്യറിയാണ് എവിടെയുള്ളത്? അമേരിക്കയിലുള്ളത്. ഇന്ത്യ possesses a Supreme Court which acts as the guardian and interpreter of the Constitution. ഇന്ത്യയിലും ഒരു ഭരണഘടന, ഒരു ജുഡീഷ്യറി ഉണ്ട്. ആരായി പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷകനായും വ്യാഖ്യാതാവായും ആര് പ്രവർത്തിക്കുന്നു? ഇന്ത്യൻ ജുഡീഷ്യറി പ്രവർത്തിക്കുന്നു. There are 2 types of court. ഇന്ത്യയിൽ 2 തരം കോടതിയേ ഉള്ളൂ, 2 തലത്തിലല്ല. അവിടെ സ്റ്റേറ്റിനൊന്നും സെൻറ്ററിനൊന്നും. ഇവിടെ നമുക്ക് എന്താ? സുപ്രീം കോടതിയും എന്താ? ഹൈക്കോടതി എന്ന് പറയാം. ഇവ എങ്ങനെയാണ്? ഇൻ്റഗ്രേറ്റഡ് ആണ്, അല്ലേ? അതായത് ഹൈക്കോടതിയിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതി അപ്പീൽ പോയി ശരിയാക്കാൻ കഴിയും. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്, ഇന്ത്യയിലുള്ളത്. ദി എക്സിസ്റ്റൻസ് ഓഫ് സുപ്രീം കോർട്ട് വിത്ത് എ സ്പെഷ്യൽ പവർ ഈസ് ആൾവേസ് എസെൻഷ്യൽ ഫോർ എ ഫെഡറേഷൻ. അപ്പോൾ ഇതൊരു ഫെഡറേഷന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഒരു സുപ്രീം കോടതിയുടെ നിലനിൽപ്പാണ്. സോ ഇറ്റ് ഹാസ് ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. എന്തുകൊണ്ട്? ഇന്ത്യയിൽ എന്തുണ്ട്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന അധികാരമുണ്ട്. ഇനി ദി US കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ്സ് ദ പ്രൊവിഷൻ ഓഫ് അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നേരത്തെ പറഞ്ഞതാണ്, ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള വകുപ്പ് ഭരണഘടനയിൽ എന്താ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. The procedure of amending the Constitution is clearly laid down in Article 5 of the Constitution. ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ആ അമേരിക്കൻ ഭരണഘടനയിലെ 5ാമത്തെ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. Many amendments are to increase the power of federal government. പല ഭരണഘടനാ ഭേദഗതികളും എന്താണ്? ഫെഡറൽ ഗവൺമെൻറ് പവേഴ്സ് വർദ്ധിപ്പിച്ചു. ഇനി ഇന്ത്യയിൽ Article 368 of the Constitution provides the provisions for the amendment of the Constitution. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം എത്രാം വകുപ്പിൽ? ആർട്ടിക്കിൾ 368 പറയുന്നുണ്ട്. ഇറ്റ് ഈസ് പാർഷ്യലി റിജിഡ് ആൻഡ് പാർഷ്യലി ഫിക്സ്ഡ്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഭാഗികമായി ദൃഢമാണ്, ഭാഗികമായിട്ട് എന്താ? അയവുള്ളതാണ്. ഇറ്റ് മീൻസ് ദാറ്റ് സം പ്രൊവിഷൻസ് ക്യാൻ ബി അമെൻഡഡ് ഈസിലി ആൻഡ് സം അതേഴ്സ് ക്യാൻ ബി അമെൻഡഡ് ത്രൂ എ കോംപ്ലക്സ് പ്രൊസീജിയർ. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ നമുക്ക് ഈസി ആയിട്ട് ഭേദഗതി ചെയ്യാം, മറ്റ് ചില വകുപ്പുകൾ എങ്ങനെയാണ്? വളരെ കോംപ്ലക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്താ? സിമ്പിൾ മെത്തേഡ്, റിജിഡ് മെത്തേഡ്, ടു റിജിഡ് മെത്തേഡ്. ഇനി ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് റെക്കഗ്നൈസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ USA വിച്ച് ഫോളോസ് 2-party സിസ്റ്റം. അമേരിക്കൻ ഭരണഘടന എന്തിനെ അംഗീകരിച്ചിട്ടില്ല? രാഷ്ട്രീയ പാർട്ടികളെ അമേരിക്കയിൽ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അവിടെ 2 രാഷ്ട്രീയ പാർട്ടികളാണ് എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. ആൻഡ് ദർ ഈസ് നോ മച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദീസ് 2 ഡിഫറെൻറ്റ് പാർട്ടീസ്. ഈ 2 വ്യത്യസ്ത പാർട്ടികളുടെ പോളിസീസിലും പ്രോഗ്രാംസിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ദ ഡെമോക്രാറ്റിക് പാർട്ടി ആൻഡ് ദ റിപ്പബ്ലിക്കൻ പാർട്ടി ആർ ദി ഇമ്പോർട്ടൻറ്റ് പാർട്ടീസ് ഓഫ് അമേരിക്ക. അമേരിക്കയിൽ 2 പാർട്ടികൾ ഏതൊക്കെയാണ്? ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കും. The special features of American federalism is the existence of spoil system. അമേരിക്കയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ് എന്താ? സ്പോയിൽ സിസ്റ്റം. This practice was prevalent in the 19th century and is removed
നൗ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഇത് 19-ാം നൂറ്റാണ്ട് മുതൽ ഈ സംവിധാനം അവിടെയുണ്ട്. പക്ഷേ ഇന്നൊരു പരിധി വരെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. സ്പേഴ്സിസ്റ്റ് എന്താ നമ്മളറിയാലോ, പാർട്ടിയിൽ ആളുകളെ സേവിക്കുന്നതിനനുസൃതമായിട്ട് അവർക്ക് എന്താ ഗവൺമെൻറ് ജോലി നൽകുന്ന വ്യവസ്ഥ. അക്കോർഡിംഗ് ടു ദിസ് പ്രാക്ടീസ് ദ ചേഞ്ച് ഓഫ് ദ പ്രസിഡന്റ് ആൾസോ മീൻ എ ചേഞ്ച് ഇൻ ദ ഗവൺമെൻറ് ഒഫീഷ്യൽസ്. ഈ സിസ്റ്റം അനുസരിച്ച് പറയുമ്പോൾ എന്താണ്, അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റിന് മാറ്റം വന്നാൽ അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസിന് അത് എന്ത് ചെയ്യും, മാറ്റം ഉണ്ടാകും. ദ റെസ്റ്റ് ഓഫ് ദ പോസ്റ്റ് ഈസ് ഫിൽഡ് ബൈ ദ പ്രസിഡന്റ് ഫ്രം ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് പാർട്ടി. അപ്പോൾ അവിടുത്തെ ഈ പോസ്റ്റിനകത്തുള്ള അംഗങ്ങളെ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഫില്ല് ചെയ്യുന്ന ആരാണ്, പ്രസിഡൻ്റാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം. ഇനി ഇന്ത്യൻ പാർട്ടി സിസ്റ്റം ഈസ് യുണീക്ക് ഇൻ ദ വേൾഡ്. അപ്പോൾ ഇന്ത്യൻ പാർട്ടി സിസ്റ്റം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും അതുല്യമായൊരു പാർട്ടി സമ്പ്രദായമാണ്. ഇൻ ഇന്ത്യ ദിയർ എക്സിസ്റ്റ് വൺ പാർട്ടി ഡോമിനന്റ് സിസ്റ്റം, ഏകകക്ഷി മേധാവിത്വ സമ്പ്രദായമുണ്ട്. നൗ മൾട്ടി പാർട്ടി സിസ്റ്റം. ഇപ്പോൾ എന്താ ഭരിക്കുന്നത്, മൾട്ടി പാർട്ടി സിസ്റ്റം. പക്ഷേ ഇപ്പോഴോ അറ്റ് പ്രസൻറ്റ് 2014 മുതൽ പിന്നെ വൺ പാർട്ടി ഡോമിനൻ്റിലേക്ക് നമ്മൾ വന്നല്ലേ. ഇന്ത്യ ഈസ് എ മ്യൂസിയം ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ പാർട്ടി. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്താ, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ മ്യൂസിയമാണ് നമുക്ക് പറയാം. കാരണം ഇഷ്ടം പോലെ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും രാഷ്ട്രീയ പാർട്ടികൾ എവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട്. അപ്പോൾ ആ ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ പാർട്ടിക്ക് വളരെ നിർണായകമായൊരു പങ്കുണ്ടെന്ന് നമുക്ക് പറയാം. ഇനി in the fundamental rights of citizen in America are safeguarded by the court. അമേരിക്കയിലെ പൗരന്മാരുടെ മൗലിക അവകാശവും സംരക്ഷിക്കുന്ന ആരാണ്, കോടതിയാണ്. neither the US president nor the Congress can violate the part third of the violate it. അപ്പോൾ എന്താണ്, ഇതിനെ കോടതിയുടെ ഈ അധികാരത്തെ എന്ത് ചെയ്യാൻ, ലംഘിക്കുവാനുള്ള അധികാരം ആർക്കില്ല, പ്രസിഡന്റിനുമില്ല, അവിടുത്തെ കോൺഗ്രസിനും ഇല്ല. ഇനി Part 3 of the Indian Constitution include an elaborated list of fundamental rights. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ വളരെ വിശാലമായ മൗലിക അവകാശങ്ങളുടെ പട്ടിക എന്ത് ചെയ്യുന്നു, പറയുന്നുണ്ട്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ആൻഡ് സേഫ് ഗാർഡഡ് ബൈ ദ സുപ്രീം കോടതി. ഇത് സംരക്ഷിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്ന ആരാണ്, സുപ്രീം കോടതിയാണ്. സുപ്രീം കോർട്ട് ഈസ് ദ ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആരാണ്, സുപ്രീം കോടതിയാണ്. ഇറ്റ് ഈസ് ജസ്റ്റീഷ്യബിൾ ആണ്, നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വയലേറ്റഡ്, ഇഫ് ഇറ്റ് ഈസ് വയലേറ്റഡ് ദി ഇൻഡിവിജ്വൽ ക്യാൻ മൂവ് ദ സുപ്രീം കോർട്ട് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താണ്, ഇന്ത്യയിലെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് നേടിയെടുക്കാൻ എന്ത് ചെയ്യാം, സുപ്രീം കോടതി വഴി സാധിക്കുകയും. ഇൻ എ ഫെഡറൽ കൺട്രി ലൈക്ക് അമേരിക്ക, the president is both the head of the state as well as head of the government. അമേരിക്ക പോലെയുള്ളൊരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആരാണ്, പ്രസിഡൻ്റാണ്. ആസ് എ റിയൽ എക്സിക്യൂട്ടീവ് ദ പ്രസിഡന്റ് ഹാസ് എനോർമസ് എക്സിക്യൂട്ടീവ് ആൻഡ് മിലിറ്ററി പവേഴ്സ്. ഒരു യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ പ്രസിഡന്റിന് ധാരാളം സൈനികമായ അധികാരങ്ങൾ ആര് കൈകാര്യം ചെയ്യുന്നു, പ്രസിഡന്റ് കൈകാര്യം ചെയ്യുന്നു. The cabinet is an advisory body and they are mere advisors and assistants of the president. Cabinet എന്ന് പറയുന്നത് വെറും ഒരു ഉപദേശക സമിതി മാത്രമേ ആവുന്നുള്ളൂ. അവർക്ക് പ്രസിഡന്റിനെ ഉപദേശിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. There is no principle of collective responsibility. കൂട്ട് ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സംവിധാനം എവിടെയില്ല, അമേരിക്കയിലില്ല. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. മെമ്പേഴ്സ് അല്ലെങ്കിൽ ക്യാബിനറ്റ് മെമ്പേഴ്സ് ആരോട്, പ്രൈം മിനിസ്റ്ററിനോട് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് എ പാർലമെൻ്ററി സിസ്റ്റം. ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഏതാണ്, പാർലമെൻ്ററി സിസ്റ്റമാണ്. ഇൻ സച്ച് എ സിസ്റ്റം ദർ ആർ 2 ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്. 2 തരം എക്സിക്യൂട്ടീവ് എവിടെ പ്രവർത്തിക്കുന്നു, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ്, നോമിനൽ എക്സിക്യൂട്ടീവ് ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. നാമമാത്രവും യഥാർത്ഥവും. The nominal head is the head of the state and the real head is the head of the government. Nominal എന്ന് പറയുന്ന head of the state ആണ്, റിയൽ എന്ന് പറയുന്നത് അതാണ് head of the government. ഇപ്പോൾ ഇന്ത്യയിൽ നോമിനൽ ഹെഡ് പ്രസിഡന്റും റിയൽ ഹെഡ് ആരായി പ്രവർത്തിക്കുന്നു, പ്രൈം മിനിസ്റ്ററും പ്രവർത്തിക്കുന്നു. They should prevail the principle called collective responsibility. ഇന്ത്യയിൽ എന്തുണ്ട്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. അതായത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് പ്രധാനമന്ത്രിയോട് എപ്പോഴും എന്താണ്, ഒരു കൂട്ട ഉത്തരവാദിത്വം വെച്ച് പുലർത്തും. അടുത്ത The pressure group play an important role in American federal system. In American federal system
മറ്റൊരു നിർണായക പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ, പ്രഷർ ഗ്രൂപ്പുകൾ. The pressure groups are well organized and well developed. അപ്പോൾ അമേരിക്കയിലെ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആണ്, വെൽ ഡെവലപ്ഡ് ആണ്. ഇന്ത്യൻ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആണ്, ഇവ ഡെവലപ്ഡ് അല്ല. The traditional pressure groups are ethnic, കാസ്റ്റ് ആൻഡ് ലിംഗ്വിസ്റ്റിക്. ഇന്ത്യയിലെ സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുന്നത് വംശീയതയുടെയും ജാതിയുടെയും ഭാഷയുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇൻ ഷോർട്ട്, USA ഈസ് ആൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഓഫ് എ ട്രൂ ഫെഡറേഷൻ. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാം എന്താണ് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് അമേരിക്കൻ ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് സാറ്റിസ്ഫൈ ആൾ ദ ഫെഡറൽ റിക്വയർമെൻറ്റ്സ്. എല്ലാ ഫെഡറൽ ആവശ്യങ്ങളും നിറവേറ്റുന്നു. ഇറ്റ് ഈസ് യുണീക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിൽ വെച്ച് ഏറ്റവും അപൂർവമാണ് അമേരിക്കൻ ഫെഡറലിസം. ഇൻ ഫെഡറലിസം ദർ ഈസ് എ ട്രെൻഡ് ടുവേഴ്സ് ദ സെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ്. എന്താണ് ഫെഡറലിസത്തിൽ? ഒരു സെൻട്രലൈസേഷൻ ഓഫ് പവർ, അധികാര കേന്ദ്രീകൃതം കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ സിസ്റ്റം ഈസ് എ മിക്സർ ഓഫ് യൂണിറ്ററി ആൻഡ് ഫെഡറൽ. ഇന്ത്യൻ സംവിധാനം എങ്ങനെയാണ്? യൂണിറ്ററി ഫെഡറലിൻ്റെ മിക്സറാണ്. അക്കോർഡിംഗ് ടു KC വെയർ ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് എ ക്വാസി ഫെഡറൽ സിസ്റ്റം. ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നതാണ് ക്വാസി വെച്ചാൽ ഇറ്റ് ഈസ് ദ മിക്സർ ഓഫ് ഫെഡറൽ ആസ് വെൽ ആസ് യൂണിറ്ററി ഫോം ഓഫ് യൂണിറ്റ്.